എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇനി നമുക്കൊരു യമ്മി ക്രീമി മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാം. പെട്ടെന്നൊരു പുഡിങ്ങൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വെറും 5 മിനിറ്റിൽ ഈസിയായി റെഡിയാക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇവിടെ നല്ലവണ്ണം തന്നെ മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മളെ ബട്ടറും മൈദയും കൂടി നല്ലവണ്ണം തന്നെ യോജിക്കുന്ന നിലയിൽ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലവണ്ണം തന്നെ സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു മൈദ ബട്ടറിൽ കിടന്നിട്ട് നല്ലൊരു മൂത്തിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. അതുവരെ നല്ലവണ്ണം തന്നെ ഇതുപോലെ യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ ഇതിൽ കട്ടകളുണ്ടായി തോന്നും. അപ്പോൾ അത് നന്നായിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിനി തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം തന്നെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഒരു മിക്സ് നന്നായിട്ട് തിക്കായിട്ട് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ഒരു മിക്സ് നല്ലവണ്ണം തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് വരണം. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നല്ലവണ്ണം തന്നെ നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ് വേണ്ടത്. ഇതുപോലെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഇതിലോട്ടേക്ക് ചേർക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് വരും. അത് നല്ല വെള്ളം ഒന്നും കൂടി മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ആദ്യത്തെ പോലെ നന്നായിട്ട് കുറുകി വരണം. അതുവരെ വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ പാനിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ മിക്സ് ഇവിടെ നല്ലവണ്ണം തന്നെ നമ്മളെ പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയൊരു മിക്സ് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് ഒരു ഇത്തിരി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കാം. ഇനി നമുക്കൊരു പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു പഞ്ചസാര ഇതുപോലെ ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. കണ്ടേ, അത്യാവശ്യം ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതുപോലെ ഒരു കുറുകി വരുന്നൊരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ ഇറ്റി വരണം കേട്ടോ. ഈ ഒരു നിലയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ആദ്യത്തെ പുഡിങ്ങിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മുഴുവനും ഇതുപോലെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് അടച്ചത് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ടേക്ക് ഒരു 2 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ ശേഷം നമ്മുടെ പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല അടിപൊളി യമ്മി പുഡിംഗ് ആണ്. വളരെ ഈസിയായി നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമ്മൾ ഇത് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചൈന ഗ്രാസും ജെലാറ്റിനും ചേർക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് കൂടുതലാണിതിന്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു പുഡിങ്ങൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് വെറും 5 മിനിറ്റിൽ നമുക്ക് ഈസിയായി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.